ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ഘട്ടത്തിലും നമ്മുടെ നാട് അംഗീകരിച്ചിട്ടില്ല. ഒരു മുസ്ലിം സംഘടന എന്ന നിലക്ക് മുസ്ലിം ബഹുജനങ്ങളും അംഗീകരിച്ചിട്ടില്ല. മുസ്ലിം സംഘടനകൾ പലതുണ്ടല്ലോ. പ്രധാനപ്പെട്ട ഒരു സംഘടനയും ഏറെക്കുറെ മുഴുവൻ സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് മുസ്ലിം വിഭാഗത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയെ വല്ലാതെ ഒറ്റപ്പെടുന്ന നില വന്നു. അങ്ങനെ വന്നപ്പോൾ ആ നില മാറ്റിയെടുക്കാൻ, തങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഒട്ടേറെ നടപടികൾ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു. അതിലൊന്നായിരുന്നു ഒരു ദിനപത്രം തുടങ്ങുക. അങ്ങനെയാണ് മാധ്യമം ദിനപത്രം ആരംഭിക്കുന്നത്. ആ ദിനപത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ തങ്ങളെ അംഗീകരിക്കാത്ത, തങ്ങളുമായി ബന്ധം പുലർത്താത്ത വിഭാഗങ്ങളെ അടക്കം പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവം തന്നെ ജമാഅത്തെ ഇസ്ലാമി നടത്തി. അങ്ങനെ അന്നത്തെ പാണക്കാട് ശിഹാബ് തങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ശിഹാബ് തങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തില്ല. അത് യാദൃശ്ചികമായി സംഭവിച്ച കാര്യമല്ല. കുറേ വർഷം കഴിഞ്ഞു. ദിനപത്രത്തിന് പുറമെ ദൃശ്യമാധ്യമം തുടങ്ങാൻ തീരുമാനിച്ചു. മീഡിയ വണ്ണിൻ്റെ ഉദ്ഘാടനം. ആ പരിപാടിയിൽ പാണക്കാട് ഹൈദരലി തങ്ങളെയാണ് ക്ഷണിച്ചത്. രണ്ടുപേരും ഇപ്പം നമ്മോടൊപ്പം ഇല്ല. പക്ഷേ ഹൈദരലി തങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇതും യാദൃശ്ചികമല്ല. ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയോട് പൊതുവെ കേരളം സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതൃസ്ഥാനത്ത് ഇരുന്ന രണ്ട് മഹത് വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പരാമർശിച്ചത്. ഇതായിരുന്നു ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനം. അവിടുന്ന് ഇപ്പോൾ ഈ കാലയളവ് എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസിനോ ലീഗിനോ പറയാനുണ്ടോ? ഈ അടുത്ത കാലത്തൊരു മാറ്റം ഉണ്ടായി. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വന്നു. കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സ്ഥാനാർത്ഥി അവിടെ നിർബന്ധമായി തോൽക്കണം എന്ന വാശിയുണ്ടായിരുന്നു. അത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ തരിഗാമിയാണ്. ഇപ്പോൾ തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി BJP ആവതെല്ലാം ചെയ്യുമ്പോൾ അതിനെ കൂടെ നിന്ന് സഹായിക്കാൻ തയ്യാറായത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ
കാശ്മീരിലെ മുഴുവൻ പ്രവർത്തകരും തരിഗാമിയുടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തലായിരുന്നു ഉദ്ദേശം. പക്ഷേ BJP ആഗ്രഹിച്ചതോ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചതോ അല്ല നടന്നത്. തരിഗാമി നല്ല നിലക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. അത്തരമൊരു വിഭാഗത്തെ കൂട്ടുപിടിച്ചതിൻ്റെ ന്യായീകരണങ്ങൾ പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പലരും പറയുന്നതായി കാണുന്നുണ്ട്. നാട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു മുന്നണിയല്ല LDF. ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. എന്നാൽ മറുഭാഗം ചെയ്യുന്നത് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ തത്വാധിഷ്ഠ സമീപനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അത്തരം ആളുകളാകെ LDFനെ കൂടുതലായി അനുകൂലിക്കുന്നതിനിടയാക്കുന്ന ഘടകങ്ങളാണ് എന്നതും നാം കാണേണ്ടതാണ്.